ഹേമ വന്നതോടുകൂടി എല്ലാവരും ഇപ്പം ഓളെ പിന്നാലെയാണ്. ഇപ്പം വയനാട്ടിലെ ദുരന്തം എന്തായെന്ന് ചോദിക്കുന്ന സമയത്ത് വയനാട് അങ്ങനെ ദുരന്തം ഉണ്ടായോന്നാ നമ്മുടെ മീഡിയ ആൾക്കാരും ചോദിക്കുന്നത്. പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തമിഴ്നാട്ടിലല്ലേ, അത് നമുക്കെന്താ? അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ശിരൂര് കാണാണ്ടായ അർജുൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ ആരാന്ന് വരെ ചോദിക്കും. ഒക്കെ പോട്ടെ, അവസാനത്തെ നമ്മുടെ കാഫിർ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കാഫിറാണ്, ഓനത് കിട്ടണമെന്നും പറയും. ആര് എന്ത് ഒക്കെ നമ്മൾ മറന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്ന ട്രെൻഡിങ് ന്യൂസുകളെല്ലാം നമ്മൾ മലയാളികൾ പാടെ മറന്നു. ഇപ്പം നമ്മൾ ഹേമയുടെ പിന്നാലെ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ച 15-അംഗ ടീമിലെ 2 വിക്കറ്റ് രാവിലെ തന്നെ പോയി, നമ്മുടെ സിദ്ദീഖും രഞ്ജിത്തും. ഇനി 3-ാമത്തെ വിക്കറ്റ് ആര് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്കണ്ഠ. നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ആ 3-ാമത്തെ വിക്കറ്റ് ആര് ബോൾ ചെയ്യും, ആരുടെ വിക്കറ്റ് പോകും. എനിക്ക് തോന്നുന്നത് മിക്കവാറും ബാറ്റ്സ്മാൻ നമ്മുടെ മുകേഷ് ആവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. ബോളർ നമ്മുടെ ടെസ് ജോസഫ് ആണ്. പുള്ളിക്കാരി 2018 ഈ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. പണ്ടൊരിക്കൽ പുള്ളിക്കാരിനൊരു പ്രോഗ്രാമിന്, എനിക്ക് തോന്നുന്നു ഞാൻ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ആ മൂവിയുടെ ഇട്ടം ആ സമയത്ത് ഒരു കാസ്റ്റിംഗ് ലെവലിലോട്ട് വന്ന ഏതോ ഒരു ലെവലിലാണ് ഇവരെ വിളിച്ചിരുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആളിപ്പം. മുകേഷിൻ്റെ എന്താ പറയുക കുലിസിതങ്ങളാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കീപ്പ് ഓൺ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, റൂമിലോട്ട് വരാൻ ആവശ്യപ്പെടുക, അതായത് മുകേഷിൻ്റെ റൂമിൻ്റെ അടുത്തോട്ട് ഇവരുടെ റൂം മാറ്റുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. മിക്കവാറും ടെസ് ആയിരിക്കും നെക്സ്റ്റ് ബോളറും. വിക്കറ്റ് പോകുന്നത് മുകേഷ് ആവാനാ ചാൻസ്. പിന്നെയും നമ്മുടെ റിയാസ് ഖാനെ പറ്റിയും അങ്ങനത്തെ പല ആൾക്കാരെ പറ്റിയും പേരുകൾ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് 15-അംഗ ടീമിലെ ഓരോരുത്തർ വിക്കറ്റുകൾ പോകുന്നുണ്ട്, എന്തിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞാലും. നമ്മളെ ആൾക്കാർക്കില്ലേ, നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനത്തെ ഓരോ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ന്യൂസിൻ്റെ സത്യം എന്ന് എല്ലാവർക്കും അറിയാം. കാലങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ സത്യമാണെന്നുള്ളത്. വിക്കറ്റ് പോവേണ്ടവർ വിക്കറ്റുകൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം. പക്ഷെ നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഇവിടെ, അതെല്ലാവരും മറന്നു പോകുന്നുണ്ട്. നമ്മുടെ സർക്കാർ അതിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ നമ്മുടെ വസീഫില്ലേ, നമ്മുടെ DYFI സംസ്ഥാന എന്തോ ഒക്കെ ആളല്ലേ പുള്ളി രാവിലെ തന്നെ വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. ഇത് സംസ്ഥാന സർക്കാരിനാണ് അഭിവാദ്യങ്ങൾ കൊടുക്കേണ്ടത് പുറത്തു കൊണ്ടുവന്നതിനെന്നും പറഞ്ഞിട്ട്. ഇപ്പോഴും ഈ പാർട്ടിക്കാർക്ക് ഇനിയും ബോധം വരാത്തൊരു കാര്യങ്ങളുണ്ട്. ഇത്രയും ഗുരുതര ആരോപണങ്ങളും ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവർ അതേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മെച്ചമായിട്ടാണ് കാണുന്നത്, അവരുടെ ഫെയിലിയറായിട്ട് കാണുന്നില്ല. 4-5 വർഷം മുമ്പ് വന്ന റിപ്പോർട്ട് ഇത്രയും കാലം എന്തിൻ്റെയൊക്കെ പേരിൽ പൂഴ്ത്തി വെച്ചിട്ടാണെങ്കിലും അതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പൊൻതൂവലായിട്ട്, സർക്കാരിൻ്റെ പൊൻതൂവലായിട്ട് കാണുന്ന ആൾക്കാരാണ്. നമ്മുടെ മന്ത്രി സജി ചെറിയാൻ വരെ ഇന്ന് വന്ന് സംസാരിച്ചത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം മാധ്യമങ്ങളുടെ തലയിലിട്ട് ഒറ്റ തള്ളാം. എന്തുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതൊരു മന്ത്രി, സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക മന്ത്രി പറയേണ്ട വർത്തമാനമല്ലോ ആണോ അത്? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നമ്മൾ അമ്മക്കെതിരെ തിരിയുന്നു, ഫെഫ്കക്കെതിരെ തിരിയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ട സിനിമ, മലയാള സിനിമ, ഇതെല്ലാം എടുത്തു വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിനെ തന്നെ. എന്ത് ചെയ്യുന്നവരിതിന്? കേസെടുക്കുന്നുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ സ്വമേധയൊന്നും കേസെടുക്കൂല, ആർക്കെങ്കിലുമൊക്കെ പരാതി വരികയാണെങ്കിൽ അപ്പം നോക്കാം. അങ്ങനെ പരാതി പലവട്ടത്തിൻ്റെ ഇടക്ക് പല രീതിയിലും വന്നിട്ടും നമ്മളൊന്നും ഒരു കേസും എടുത്തിട്ടില്ല. ഇനി കേസെടുക്കാൻ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ വരെ തെറിക്കുന്ന അവസ്ഥ, MLA വരെ തെറിക്കുന്ന അവസ്ഥ നമ്മുടെ സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം. അതല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതേ അനുഭാവിത്വം ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയി നിൽക്കുന്നത് എന്നുള്ളത് പച്ചവെള്ളം പോലെ നമ്മുടെ മലയാളികൾക്കറിയാം. അപ്പം കുറച്ച് ബുദ്ധിമുട്ടും. വെള്ളം കുടിക്കും. ഉപ്പ് തിന്നവൻ മാത്രമല്ല, ഉപ്പ് ചുമന്നവൻ വരെ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നത് ആരാന്നും ഉപ്പ് ചുമന്നവും നടക്കുന്നത് നമ്മുടെ സർക്കാരാണെന്നുള്ള സകലമാന സത്യങ്ങളും പച്ചവെള്ളം പോലെ, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ ആകാശം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ കണ്ണടച്ചേ നടക്കുകയുള്ളൂ. നമ്മുടെ സർക്കാർ കണ്ണടച്ചേ നടക്കുകയുള്ളൂ, കണ്ണ് തുറക്കില്ല. തുറന്നാൽ പിന്നുണ്ടല്ലോ, ഈ സൂര്യഗ്രഹണത്തിന് കണ്ണ് തുറക്കരുത്, പൊട്ടിപ്പോകുന്നല്ല, പൊട്ടിങ്ങ് പോകും. സിനിമ മാത്രമല്ല, മലയാള സിനിമ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വരെ പൊട്ടിക്കാനുള്ള ബോംബ് വന്നിട്ടാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. സത്യമായിട്ടുള്ള കാര്യമാണത്.
ബാക്കിയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുക, രാഷ്ട്രീയം മാറ്റി നിർത്തിക്കോ, ജാതി. കുറേ പേര് ഇതിൽ ഹിന്ദു മുസ്ലിമൊക്കെ അകർത്തുന്നത് കണ്ട് ചില ന്യൂസുകൾ കേട്ടോ. സിദ്ദീഖ്, അതുപോലെ തന്നെ മമ്മൂട്ടി, ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് മുസ്ലിങ്ങളാണ്, അവരങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ കുറേ ന്യൂസ് കണ്ടതിൻ്റെ ഇടയിൽ ചില സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ട ന്യൂസുകളാണത്. കാക്കാമാരെല്ലാവരും അങ്ങനെ തന്നെയൊന്നും പറഞ്ഞിട്ട്, അതൊക്കെ പക്കാ ചെറ്റ എന്താ പറയുക ചിന്ത ഉള്ള ആളുകളാട്ടോ അങ്ങനത്തെ ന്യൂസുകൾ പടച്ചു വിടുന്നത്. ഞാൻ ഇന്ന പേരൊന്നും പറയുന്നില്ല, പക്ഷേ അതിനേക്കാൾ വലിയ ദുരന്തത്തിലൂടെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഹേമ വന്നതോടുകൂടി നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന, നമ്മളെ ഹേമയേക്കാളും ചിലപ്പം കൂടുതൽ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും നാട്ടിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അത് മുങ്ങിയതും നമ്മുടെ സർക്കാരിന് ഗുണമുള്ള കാര്യമാണ്. അതാണ് വേറെ രസം. നാട്ടിൽ ഇതിനു മുമ്പ് വന്ന 3-4 കേസുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ കൊടുമ്പിരി കുത്തി വന്ന കാഫിറാണെങ്കിലും മുല്ലപ്പെരിയാറാണെങ്കിലും ഇതൊക്കെ നമ്മുടെ സർക്കാരിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ തൽക്കാലം തീരുമാനമായിട്ടുണ്ട്. സൈഡിലൂടെ അവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്ത വിക്കറ്റുകൾ നമുക്ക് നോക്കിയിരിക്കാം, ഏതൊക്കെ വിക്കറ്റുകളാണ് അടുത്തത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമസ്കാരം.